ഹല്ലേലൂയ. അപ്പാ പിതാവേ, സ്വർഗ്ഗത്തിലെ ദൈവമേ, പൊന്നുതമ്പുരാനെ, ഞങ്ങൾ ഈ സമയത്ത് അപ്പാ അവിടുത്തെ കാൽ കീഴിൽ വരുന്നപ്പാ അവിടുത്തെ ദൈവമേ, ഞങ്ങളെ കർത്താവെ സ്നേഹത്തോടെ സന്തോഷത്തോടെ കൂട്ടി വരുത്തിയിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്ന ദൈവമേ. ഈ സമയത്ത് ദൈവമേ, അവിടുന്ന് ഞങ്ങളോട് കർത്താവെ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ കർത്താവ് ഇത്ര സ്നേഹത്തോടെ ഞങ്ങളെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ അവിടുന്ന് ഞങ്ങളോട് ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളെ അറിയിക്കുവാനാണ് കർത്താവെ. ഞങ്ങൾ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അങ്ങ് അറിയുന്നതും ഞങ്ങൾ അറിയുന്നു അപ്പം അവിടുന്ന് ദൈവം ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളോട് പറയാനുണ്ടെന്ന് ഞങ്ങൾ അറിയുന്നു അപ്പം അതെല്ലാം ദൈവം അവിടുത്തെ ബൈബിളിൽ കർത്താവ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നില്ല അപ്പം എങ്കിലും ദൈവമേ ഞങ്ങൾക്കത് കർത്താവെ പൊരുൾ തിരിച്ച് തരാതെ അപ്പം ഞങ്ങൾ എങ്ങനെയത് അറിയും കർത്താവെ. അതിനു വേണ്ടി കർത്താവെ അങ്ങ് പറയുന്നത് എന്തെന്ന് കേൾക്കുവാനുള്ള ദാഹത്തോടെ സൃഷ്ടാവികളിൽ നിന്ന് കേൾക്കുവാനുള്ള ദാഹത്തോടെ ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ വന്നിരിക്കുന്നു അപ്പം അവിടത്തേക്ക് ഞങ്ങളോട് പറയുവാനുള്ളത് ദൈവമേ ഈ സമയത്ത് കർത്താവ് ഈ നല്ല സന്ധ്യാസമയത്ത് പപ്പായിൽ കൂടെ കേൾപ്പിക്കാൻ അവിടുന്ന് കൃപ തന്നെ അവിടുന്ന് സ്നേഹത്തോടെ ഞങ്ങളെ കൊണ്ടുവന്നില്ല. അതിനായിട്ട് അങ്ങ് സ്തുതിക്കുന്നു ദൈവമേ, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ പുത്രനായ യേശുക്രിസ്തുവിലൂടെ അങ്ങ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ചൊരുക്കിയ വഴിക്കായിട്ട് സ്തോത്രം. യേശുക്രിസ്തുവിലൂടെ ഞങ്ങളെ വിളിച്ചിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അവിടുത്തെ ആത്മാവിനെ ഞങ്ങളുടെ ഉള്ളിൽ പകർന്നതിനായിട്ട് സ്തോത്രം. ഈ സമയത്ത് ദൈവമേ ഞങ്ങൾ കർത്താവെ തുറന്ന മനസ്സോടെ ദൈവമേ വചനം കേട്ടതെല്ലാം ദൈവമേ ഗ്രഹിച്ചത് കൈക്കൊണ്ട് കർത്താവെ ജീവിതത്തിൽ അവിടെ ഞങ്ങൾക്ക് ദൈവമേ അങ്ങ് ഏതൊക്കെ മേഖലയിൽ ഞങ്ങൾ ആ വചനം ഞങ്ങളത് ഉപയോഗിക്കണം ഞങ്ങൾ ആഗ്രഹിക്കുന്നു ആ മേഖലകളിലെല്ലാം ഞങ്ങൾ നിന്നെ പ്രകീർത്തിക്കുവാൻ പറ്റുന്നു. ഞങ്ങളെ സഹായിക്കണേ ദൈവമേ, അതിന് അവിടുത്തെ കൃപ വേണം. അപ്പം ഞങ്ങളെ കൊണ്ടൊന്നും സാധ്യമല്ല. ഞങ്ങൾ ഈ സമയത്ത് ഏൽപ്പിച്ചു തരുന്ന ദൈവമേ വരാതിരിക്കുന്ന അനേകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ അവർക്കെല്ലാം ദൈവമേ അവിടുന്ന് കർത്താവെ അവിടുന്ന് ദൈവമേ അവിടെ എല്ലാ ഹൃദയങ്ങളെ കാണുന്നല്ലോ അപ്പ അങ്ങ് ആഗ്രഹിക്കുന്നെങ്കിൽ എല്ലാവരെയും കൂട്ടി വരുത്തുമാറാണ് സ്തോത്രം. സകലവും ഞങ്ങൾക്ക് വേണ്ടി ജീവനർക്ക് യേശുവിൻ നാമത്തിൽ പുസ്തകത്തിലെ 6-ാമത്തെ സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശുരാജാതി രാജാവിനെ. സ്തുതിപ്പീൻ സ്തുതിപ്പീൻ എന്ന് സ്തുതിച്ചിടുവീൻ യേശുരാജാതി രാജാവിനെ. ഈ പാതകത്തിൽ സൃഷ്ടിയാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതകത്തിൽ സൃഷ്ടിയാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ആനന്ദമേ പരമാനന്ദമേ ഇത് സ്വർഗീയ സന്തോഷമേ. ഈ പാതകത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. ഈ പാതകത്തിൽ സൃഷ്ടികർത്താവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാവോടകറ്റിടുമേ. അവൻ വരുന്ന നാളിൽ
ഈ പാതലത്ത് സൃഷ്ടിതാക്കനാമൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയാവേ എൻ പാവങ്ങളെ മുറ്റും കഴുകിടുവാൻ ജീവനെ നൽകിയാവേ വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി വീണ്ടും വന്നിടുമേ മേഘവാഹനത്തിൽ കോടാകോടി ആനന്ദമേ പരമാനന്ദമേ ഇരു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇരു സ്വർഗീയ സന്തോഷമേ ഈ പാതലത്ത് സൃഷ്ടികാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ ഈ പാതലത്ത് സൃഷ്ടികാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ കണ്ണുകൾ കോരിച്ചിടുന്നേ ഉള്ളം കോരിച്ചിടുന്നേ മാറാനൂടെ വരവിനായി കണ്ണുകൾ കോരിച്ചിടുന്നേ ഉള്ളം കോരിച്ചിടുന്നേ മാറാനൂടെ വരവിനായി ദിനം തോർമേ കാന്താവേ നന്ദി വന്നിടേ ദിനം തോർമേ കാന്താവേ നന്ദി വന്നിടേ ആനന്ദമേ പരമാനന്ദമേ ഇരു സ്വർഗീയ സന്തോഷമേ ആനന്ദമേ പരമാനന്ദമേ ഇരു സ്വർഗീയ സന്തോഷമേ ഈ പാതലത്ത് സൃഷ്ടികാത്തനവൻ ഉള്ളത്തിൽ വന്നതിനായി പാതലത്ത് സൃഷ്ടികാത്തനവൻ എന്റെ ഉള്ളത്തിൽ വന്നതിനാൽ. പാഠപുസ്തകത്തിലെ 10-ാം അത്ഭുതമീശുവിൽ നാമം ഈ ഭൂമിയിലെങ്ങോ ഉയർത്തിടാം അത്ഭുതമീശുവിൽ നാമം ഈ ഭൂമിയിലെങ്ങോ ഉയർത്തിടാം എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആചരിക്കാം എല്ലാരും ഏകമായി കൂടി സന്തോഷമായി ആചരിക്കാം നല്ലവനാ
പദോസ്തോത്രം 35 എനിക്കായി കരുതുന്നവൻ ഭാരങ്ങൾ വഹിക്കുന്നവേ എനിക്കായി കരുതുന്നവേ ഭാരങ്ങൾ വഹിക്കുന്നവേ എന്നെ കൈവിടാത്തവേ യേശുവൻ കൂടെയുണ്ട് എന്നെ കൈവിടാത്തവേ യേശുവൻ കൂടെയുണ്ട് പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് പരീക്ഷ എന്റെ ദൈവമനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട് എന്തിനെന്നു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായെന്നറിയുന്നു എന്തിനെന്നു ചോദിക്കില്ല എന്റെ നന്മയ്ക്കായെന്നറിയുന്നു വീണാലോ അവിടെ ഞാൻ വേദനല്ല വീണാലോ അവിടെ ഞാൻ വേദനല്ല വീഴുന്ന ബുദ്ധിയിലല്ല യേശുവിൻ കരങ്ങളില വീഴുന്ന ബുദ്ധിയിലല്ല
പരിഹരിച്ച എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ, ഓരമശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന യേശുവത്രേ കരങ്ങളില നടക്കുന്ന യേശുവത്രേ കരങ്ങളില പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമെനിക്കനുകൂലം അത് നന്നായി അറിയുന്നു ഞാൻ. ദൈവമനുകൂലമെങ്കിൽ അതെനിക്കെതിരായോ, ദൈവമനുകൂലമെങ്കിൽ അതെനിക്കെതിരായോ. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുപ്പത്തിയേഴാം കീർത്തനം. ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത്, നീതിയുടെ അവരോട് അസൂയപ്പെടുകയും അരുത്. യഹോവയിൽ ആശ്രയിച്ച് നന്മ ചെയ്യുക, ദേശത്ത് പാർത്ത് വിശ്വസ്തത ആചരിക്കുക. നിന്റെ വഴി യഹോവയെ ഫലമേൽപ്പിക്കുക, അവനിൽ തന്നെ ആശ്രയിക്കുക, അവൻ അത് നിർവഹിക്കും. യഹോവയുടെ മുമ്പാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും. എന്നാൽ സൗന്ദര്യമുള്ളവർ ഭൂമിയെ കൈവശമാക്കും, സമാധാന സമൃദ്ധിയിൽ അവർ ആനന്ദിക്കും. കർത്താവ് അവനെ നോക്കിച്ചിരിക്കും, അവന്റെ ദിവസം വരുന്നു എന്ന് അവൻ കാണുന്നു. അവരുടെ വാൾ അവരുടെ ഹൃദയത്തിൽ തന്നെ കിടക്കും, അവരുടെ വില്ലുകൾ ഒടിഞ്ഞു പോകും. ദുഷ്ടന്മാരുടെ ഭുജങ്ങൾ ഒടിഞ്ഞു പോകും, എന്നാൽ നീതിമാന്മാരെ യഹോവ താങ്ങും. ദുഷ്കാലത്ത് അവർ ലജ്ജിച്ചു പോവുകയില്ല, ക്ഷാമകാലത്ത് അവർ തൃപ്തരായിരിക്കും. അവർ
ദുഷ്ടൻ വായ്പ വാങ്ങുന്നു, തിരികെ കൊടുക്കുന്നില്ല. നീതിമാനോ കൃപാലുവായി ദാനം ചെയ്യുന്നു. ഒരു മനുഷ്യൻ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവന്റെ ഗമനം സ്ഥിരമാക്കുന്നു. ഞാൻ ബാലനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതെ ഇരിക്കുന്നതും അവന്റെ സന്തതി ആഹാരം ഇറക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ദോഷം വിട്ടൊഴിഞ്ഞ് ഗുണം ചെയ്യുക, എന്നാൽ നീ സദാകാലം സുഖമായി വസിക്കും. നീതിമാൻ ഭൂമിയെ അവകാശമാക്കി എന്നേക്കും അതിൽ വസിക്കും. തന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്, അവന്റെ കാലടികൾ വഴുതുകയില്ല. യഹോവ അവനെ അവന്റെ കൈകളിൽ വിട്ടുകൊടുക്കുകയില്ല, ന്യായസ്ഥാനത്തിൽ അവന്റെ കുറ്റം വിധിക്കുകയുമില്ല. ദുഷ്ടൻ പ്രബലനായിരിക്കുന്നതും സ്വദേശികമായ പച്ചവൃക്ഷം പോലെ തഴയ്ക്കുന്നതും ഞാൻ കണ്ടിട്ടുണ്ട്. നിഷ്കളങ്കനെ കുറിക്കൊള്ളുക, ഏറുള്ളവനെ നോക്കിക്കൊള്ളുക. സമാധാന പുരുഷന് സന്തതി ഉണ്ടാകും. നീതിമാന്മാരുടെ രക്ഷ യഹോവയിൽ നിന്ന് വരുന്നു. കഷ്ടകാലത്ത് അവൻ അവരുടെ നാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. 30 സങ്കീർത്തനത്തിൻ്റെ അതിൻ്റെ 4 വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക, അവൻ നിന്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ നിനക്ക് തരും. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ തരുന്ന ഒരു യഹോവയെക്കുറിച്ച് പറയുന്നത്. പക്ഷെ ആഗ്രഹങ്ങൾ യഹോവയെ തന്നെ രസിച്ചുകൊള്ളുക. യഹോവയെ തന്നെ രസിച്ചുകൊള്ളുന്ന ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവൻ്റെ ആഗ്രഹം എന്താണ്? യഹോവയെ തന്നെ രസിച്ചുകൊള്ളുന്ന ആളെ സംബന്ധിച്ചോളം തൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ കാണുന്നതാണ് അവൻ്റെ ആഗ്രഹം. ആ ആഗ്രഹം തീർച്ചയായിട്ടും ദൈവം സാധിച്ചു. അവൻ നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നിങ്ങൾക്ക് തരും. ദൈവത്തോട് ചേർന്നിരിക്കുകയും ദൈവത്തെ തന്നെ യഹോവയെ തന്നെ രസിച്ചുകൊള്ളുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചോളം അവൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ക്രിസ്തുവിനെ കാണുക. അവന് വേണ്ടി മറുപടിയായി തീർന്ന തൻ്റെ രക്ഷകനായ ക്രിസ്തുവിനെ കാണുക എന്നാണ് ഓരോ ക്രിസ്ത്യാനിയുടെയും ഓരോ ദൈവഭക്തൻ്റെയും യഹോഭക്തൻ്റെയും ആഗ്രഹമാണ്. ആഗ്രഹം നമുക്ക് സാധിപ്പിച്ചു തരുന്ന ഒരു കർത്താവിനെ കുറിച്ച് നിൻ്റെ ഹൃദയത്തിലെ ആഗ്രഹങ്ങൾ നിങ്ങൾക്ക് തരും. നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും ആഗ്രഹങ്ങൾ വ്യത്യസ്തമാകാറുണ്ട്. യഹോവയോട് തന്നെ രസിക്കുമ്പോൾ യഹോവയോട് തന്നെ പറ്റിച്ചേരുമ്പോൾ നമ്മുടെ ആഗ്രഹം ഒറ്റ ഒരു ആഗ്രഹം മാറി ക്രിസ്തുവിനെ കാണുക, അല്ല ക്രിസ്തുവിനോട് കൂടെ ചേരുക, ക്രിസ്തുവിനോട് കൂടെ ജീവിക്കുക. ആ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ ആഗ്രഹം നമുക്ക് സാധിച്ചു തരുന്നതിനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് 7 വാക്യത്തിൽ പറയുന്നത്, യഹോവയുടെ മുമ്പാകെ മിണ്ടാതിരുന്ന് അവനായി പ്രത്യാശിക്കുക. യഹോവയ്ക്കായി പ്രത്യാശിക്കാൻ പറയുന്നത്. നമ്മുടെ പ്രത്യാശ ആരിലാണ്? ക്രിസ്തുവിനെ കാണുവാൻ തക്കവണ്ണമാണ് നമ്മുടെ പ്രത്യാശ. പല കാര്യങ്ങളും നമ്മുടെ ആശകൾ നമുക്ക് വരുന്നുണ്ട്. പ്രത്യാശ എന്തായാലും പ്രത്യാശ പറയുകയാണ്, യഹോവയെ മുമ്പാകെ മിണ്ടാതിരുന്ന അവനായി പ്രത്യാശിക്കുക. നമ്മുടെ പ്രത്യാശ ക്രിസ്തുവിനെ കുറിച്ചായിരിക്കണം. അതുപോലെ തന്നെ എൻ്റെ 23 വാക്യത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ്റെ വഴിയിൽ പ്രസാദം തോന്നിയാൽ യഹോവ അവൻ്റെ ഗമനം സ്ഥിരമാക്കുന്നു. നമ്മുടെ വഴി പ്രസാദം തോന്നിയാൽ നമ്മുടെ ഗമനം, നമ്മുടെ യാത്ര സ്ഥിരമാക്കും. നമ്മുടെ യാത്ര എങ്ങനെയാണ്? ക്രൂശിനെ നോക്കി നമ്മൾ എങ്ങോട്ടാണ്? നിത്യതയിൽ കൂടെ, നിത്യതയിലേക്കാണ് നമ്മുടെ യാത്ര. അതായത് ക്രിസ്തുവിനെ കാണുക എന്നാണ് ഓരോ ക്രിസ്ത്യാനികളുടെയും നമ്മുടെ വിശ്വാസത്തിൻ്റെ ആകെത്തുക. അതാണ് ക്രിസ്തുവിനെ കാണുക. ആ ഗമനം, ആ യാത്ര സ്ഥിരമാക്കുക. പൗലോസ് പറയുന്നു, ഞാൻ ഓട്ടം തികച്ചിരിക്കുന്നു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ആ പ്രത്യാശയാണ്, ആ ഗമനം, ആ യാത്രയാണ്. നമ്മുടെ ഓട്ടം സ്ഥിരതയോടെ ഓടുക എന്നൊക്കെ നമ്മുടെ പൗലോസ് നമ്മളെക്കുറിച്ച് ആഹ്വാനം ചെയ്യുക. അന്നേരം നമ്മുടെ ഒരു ഓട്ടം വെച്ച് ആ ഗമനം ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ എത്തുന്നിടം വരെ ആ ഗമനം സ്ഥിരമാക്കി തരുന്ന ഒരു യഹോവയെക്കുറിച്ച് അവിടെ പറയുകയാണ്. നമ്മൾ ആരും യഹോവയിൽ രസിക്കുകയും ക്രിസ്തുവിൽ തന്നെ പ്രത്യാശ വയ്ക്കുകയും നമ്മുടെ ഗമനം, നമ്മുടെ യാത്ര ക്രിസ്തുവിനെ നോക്കി ആകുമ്പോൾ ആ യാത്ര ക്രിസ്തുവിലേക്കുള്ള യാത്ര സ്ഥിരതമാക്കി തരുന്ന ഒരു കർത്താവിനെ കുറിച്ച് സങ്കീർത്തനക്കാരൻ നമ്മളോട് പറയാണ്. അത് കഴിഞ്ഞാൽ 9ഉം 10ഉം വാക്യം നമ്മളോട് പറയുകയാണ്, ദുഷ്പ്രവൃത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരോ ഭൂമിയെ കൈവശമാക്കും.
ദുഷ്പ്രവർത്തിക്കാർ ഈ ഭൂമിയിൽ നിന്ന് ഛേദിക്കപ്പെടും. എപ്പോഴാണ്? ഇപ്പോൾ ഈ ലോകത്തിൽ കർത്താവ് വരുന്നിടം വരെയും ദുഷ്ടന്മാർ ഈ ഭൂമിയെ വാഴും. അല്ലെ, കർത്താവ് പറയുന്നുണ്ട്, കർത്താവ് വരുമ്പം വിശ്വാസികളെ നോക്കും, ആരെ കണ്ടെത്തുമോ എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതുവരെയും ദുഷ്ടന്മാരുണ്ട്. എപ്പോഴാണ് ഛേദിക്കുന്നത്? ക്രിസ്തു രണ്ടാമത് വരുമ്പോഴാണ് ഈ ലോകത്തിൽ നിന്ന് ദുഷ്ടന്മാരെ ഛേദിച്ച് കളയുന്നത്. അപ്പോൾ ദുഷ്പ്രവർത്തിക്കാർ ഛേദിക്കപ്പെടും, യഹോവയെ പ്രത്യാശിക്കുന്നവരെ ഭൂമിയെ കൈവശമാകും. അപ്പോഴാണ് നമ്മൾ ഭൂമിയിൽ 1000 ആണ്ട് കർത്താവിനോട് കൂടെയുള്ള ഒരു വാഴ്ചയെക്കുറിച്ചൊക്കെ വെളിപ്പാട് പുസ്തകത്തിൽ നമ്മളെ പഠിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 10-ാമത്തെ വാക്യത്തിൽ പറഞ്ഞ അല്പം കഴിഞ്ഞത് ദുഷ്ടനില്ല, നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കും, അവനെ കാണുകയില്ല. അല്പം കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല. എപ്പോഴാണ്? ക്രിസ്തു വന്നതിന് ശേഷം പിന്നെ ദുഷ്ടനില്ല. ക്രിസ്തുവിലുള്ളവർ മാത്രം കർത്താവിനോട് ചേർന്ന് ഭൂമിയിൽ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് ഇപ്പോൾ നമുക്ക്, അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മളെ ശത്രുക്കളായിരിക്കും, നമ്മളെ ദുഷിക്കുന്നവരോ ഒന്നും പിന്നീടില്ല എന്നുള്ള അർത്ഥത്തിലല്ല. അതൊക്കെ നമ്മൾ ഈ ജീവിതത്തിൽ അങ്ങനെയുള്ള സാഹചര്യത്തിൽ കൂടെ തന്നെ കടന്നുപോയി നമ്മുടെ ജീവിതാവസാനം വരെയും പോകേണ്ടതായിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇത് കഴിഞ്ഞൊരു ജീവിതമുണ്ട്. അതാണ് നമ്മളോട് ദൈവജനം വ്യക്തമായി നമ്മളോട് സംസാരിക്കുക. അല്പം കഴിഞ്ഞിട്ട് ദുഷ്ടനില്ല, ഇനി നീ അവൻ്റെ ഇടം സൂക്ഷിച്ചു നോക്കുക, അവനെ കാണുകയില്ല. കർത്താവിൻ്റെ വരവെങ്കിൽ ആ ദുഷ്ടന്മാരെല്ലാം മാറി കർത്താവിനോട് കൂടെ ഒരു ജീവിതത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ദുഷ്ടൻ നീതിമാനും ദോഷം നിരൂപിക്കുന്നു, അവൻ്റെ നേരെ അവൻ പല്ല് കടിക്കുന്നു, കർത്താവിനെ നോക്കി ചിരിക്കും, അവൻ്റെ അവസാനം വരുന്നു എന്ന് അവൻ അറിയുന്നു. നമുക്ക് പലപ്പോഴും നമ്മുടെ പലർക്കും ഇത് എന്താ ഒരു പ്രയാസമൊക്കെ തോന്നും, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു, അല്ലെ എന്താ നമ്മൾ ഉപദ്രവിക്കുമ്പോഴൊക്കെ നമുക്ക് സങ്കടം തോന്നും. പക്ഷെങ്കിൽ കർത്താവ് അവനെ നോക്കി ചിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ മറ്റൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടോ അല്ലെ പ്രയാസമോ അല്ല ദുഷ്ടതയോ നമ്മുടെ ജീവിതത്തിൽ തെറ്റ് ചെയ്യുമ്പോഴും കർത്താവ് നമ്മളെ നോക്കി ചെയ്യും. കാരണം കർത്താവിന് മുഖവശമില്ല. നമ്മളോട് മറ്റുള്ളവരെ സൃഷ്ടിച്ച ഒരേ കർത്താവാണ്. എല്ലാവരും ആരും നശിച്ചു പോകരുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ ജാഗ്രതയോടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ എപ്പോഴും സൂക്ഷിച്ചോളാം. നമ്മളെ ന്യായം വിധിക്കുന്നു, നമുക്ക് ദോഷം ചെയ്യുമോ അല്ലെ മറ്റൊരാളെ എല്ലാവരും ന്യായം വിധിക്കുന്ന കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ നിൽക്കുന്നവരാണ് എന്നുള്ളൊരു ഉത്തമ ബോധ്യം നമുക്ക് തീർച്ചയായിട്ടും വേണം. കർത്താവിനെ നോക്കി ചിരിക്കും, അവൻ്റെ ദിവസം വരുന്നുവെന്ന് അവൻ കാണുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു ബോധ്യം നമ്മുടെ ജീവിതത്തിൽ എന്നും നമുക്കുണ്ടായിരിക്കണം. അത് എൻ്റെ 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. ഏറ്റവും നല്ലത് അല്പമേ ഉള്ളൂ, ഏറ്റവും നല്ലത്. സദൃശ്യവാക്യത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. അതിൻ്റെ 15-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോഭക്തിയോടുകൂടെ ഉള്ളത് നല്ലത്. അല്പധനം ഉള്ളെങ്കിലും അത് നല്ലത്, അതാണ് നല്ലത് എന്ന് നമ്മൾ ദൈവജനം ഓർപ്പിക്കുന്നത്. അതുപോലെ 16-ാം സദൃശ്യവാക്യം 16-ന്റെ 8 പറയുന്നു, ന്യായരഹിതമായ വലിയ വരവിനേക്കാൾ നീതിയോടെയുടെ അല്പം നല്ലത്. ഈ അല്പമാണ് നല്ലത്. നമ്മൾ ദൈവജനം നമ്മളെ ഓർപ്പിക്കുന്നു. അല്പം നമുക്ക് പലപ്പോഴും മാനസികമായി അത് പൊരുത്തപ്പെടാനൊക്കെ ബുദ്ധിമുട്ടാണ്. നമ്മൾ മാനസികമായ ചിന്തകൾ, അധികം ധനം വേണോ അല്ലെങ്കിൽ അധികം വേണോ, അതൊക്കെ നമ്മുടെ മാനസികമായ ജഡത്തിൻ്റെ ചിന്തകളാണ്. പക്ഷെങ്കിൽ അതിനെ ജയിക്കുവാൻ തക്കണമെന്നാൽ തിന്നുവാനും കുടിക്കുവാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെക്കുവാനാണ്. അത് അത്രത്തോളം നമ്മൾ വളരുന്നുണ്ടോ നമ്മുടെ ദൈവജനത്തിന് മുമ്പിൽ നമ്മുടെ വിശ്വാസമായിട്ട് നമ്മൾ സഹോദര ദൈവത്തിന് ഇരുന്ന് ചെയ്തു നോക്കണം. അന്നേരം നമ്മളെപ്പോഴും അവിടെയൊക്കെ നമ്മൾ പലപ്പോഴും പരാജയപ്പെടുന്നവരായിരിക്കും. എങ്കിലും അതിനോട് തന്നെ എത്തിപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ജീവിതത്തിൽ ഇടയായി തരണം. അല്പം മതി. അനേക ദുഷ്ടന്മാർക്കുള്ള സമൃദ്ധിയേക്കാൾ നീതിമാനുള്ള അല്പം ഏറ്റവും നല്ലത്. അല്പം മതി. അതിൽ സമൃദ്ധി, ആ അല്പത്തിൽ വിശ്വസ്തരായിരിക്കാനും അല്പത്തിൽ നമുക്ക് സന്തോഷിക്കുവാനും സമൃദ്ധയായി ഇരിക്കുവാനും തക്കവണ്ണം നമ്മൾ പഠിക്കേണ്ടത് ആവശ്യമാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഈ 24-25 വാക്യങ്ങളിൽ പറഞ്ഞു, അവൻ വീണാലും നിരമ്പരാകുകയില്ല, യഹോവ അവനെ കൈക്ക് പിടിച്ച് താങ്ങുന്നു. ഞാൻ ബലവാനായിരുന്നു, വൃദ്ധനായിത്തീർന്നു, നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവൻ്റെ സന്തതി ആഹാരം വെറുക്കുന്നതും ഞാൻ കണ്ടിട്ടില്ല. ഒരു നീതിമാനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിൽ ലഭിക്കുന്ന ഏറ്റവും വിലയേറിയതായ ഒരു അനുഭവമാണ്. നമ്മൾ കർത്താവിൻ്റെ പുറകെ പോയാൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കുന്ന അനുഗ്രഹമാണ്. അവൻ വീണാലും നിലംപരിചാകാൻ, നമ്മൾ വീണു പോകാവുന്ന സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ട്. എങ്കിലും നിലംപരിചാകാതെ നമ്മളെ കാക്കുന്ന ഒരു കർത്താവുണ്ട്. പലപ്പോഴും ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോയപ്പോഴും കർത്താവ് എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. അതെൻ്റെ ഒരു ജീവസാക്ഷ്യമാണ്. പലപ്പോഴും കർത്താവും പലപ്പോഴും ഞാൻ ദൈവത്തോട് ചോദിച്ചത്, എന്തിന് കർത്താവ് വീണ്ടും ഇത്ര പാപിയായി എന്നെ തേടി വന്നൊരു സ്നേഹമുണ്ട്. അതാണ് ഏറ്റവും വലിയൊരു സ്നേഹം. കർത്താവ് വീണ്ടും വീണ്ടും തേടി വരുന്ന ഒരു സ്നേഹം, നിലംപരിചാകാതെ നശിപ്പിക്കാതെ വീണ്ടും വീണ്ടും സ്നേഹിക്കുന്ന ഒരു വലിയനായ സ്നേഹം.
ഞാൻ ബലവാനായിരുന്നു, വൃദ്ധനായി തീർന്നു. നീതിമാൻ തുണയില്ലാതിരിക്കുന്നു, അവൻ്റെ സന്തതി ആഹാരം ഇരക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. ജീവിതത്തിൽ ഒന്നിനും ഒരു കുറവില്ലാതെ പ്രയാസങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലും നമ്മളെ അന്നന്നത്തെ ആഹാരം നൽകി നമ്മളെ പോഷിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് വൃദ്ധനായാലും നമ്മൾ ഉപേക്ഷിക്കാതെ, ആരെല്ലാം ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്ത ഒരു ദൈവം നമുക്കുണ്ട്. അത് നമ്മുടെ ആ ജീവിത അനുഭവം. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു ഭാഗ്യം നമ്മുടെ ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ലഭിക്കുന്നത്. അത് കഴിഞ്ഞ് അങ്ങനെ അനുഭവം കിട്ടിക്കഴിയുമ്പോൾ 26-ാമത്തെ പറയാം, അവൻ നിത്യം കൃപാലുവായി വായ്പ കൊടുക്കുന്ന അവൻ്റെ സന്തതി അനുഗ്രഹിക്കപ്പെടും. അത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യേണ്ട നിത്യം കൃപാലുവായി നമുക്ക് വായ്പ കൊടുക്കാൻ തക്കവണ്ണം ഇടയായിട്ടാണ്. കാരണം കർത്താവിൽ നിന്ന് അനുഗ്രഹം നമ്മൾ പ്രാപിച്ചു കഴിയുമ്പോൾ അത് മറ്റുള്ളവർക്ക് ആ വായ്പ കൊടുക്കാൻ തക്കവണ്ണം ഇടയാക്കിത്തരണം. അതിൻ്റെ സദൃശവാക്യത്തിൽ തന്നെ അതിൻ്റെ 19-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ പറയുന്നു, എളിയവനോട് കൃപ കാട്ടുന്നു, യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു, അവൻ ചെയ്ത നന്മകൾക്ക് അവൻ പകരം കൊടുക്കുന്നു. യഹോവയ്ക്ക് നമ്മൾ വായ്പ കൊടുക്കാൻ തക്കവണ്ണം നമ്മൾ മറ്റുള്ളവരോട് കരുണ കാണിക്കാൻ ഇടയാക്കണം. അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം നമുക്കറിയാം, അതിൻ്റെ 25-ാമത്തെ അധ്യായം അതിൻ്റെ 40-ാമത്തെ വാക്യത്തിൽ, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരങ്ങൾ ഒരുവന് നിങ്ങൾ ചെയ്യുന്നിടത്തോളം എല്ലാം എനിക്ക് ചെയ്യുന്നുവെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആ സന്ദർഭമൊക്കെയും നമ്മൾക്കറിയാം. അന്നേരം അപ്പോൾ നമ്മൾ കർത്താവിൻ്റെ ചെറിയവർക്ക് ചെയ്യുവാൻ നമുക്ക് അനുഗ്രഹം കിട്ടി, കർത്താവിൽ നിന്ന് അനുഗ്രഹം കിട്ടിയെന്ന് നമുക്ക് ഉറപ്പുണ്ടായി കഴിഞ്ഞാൽ മറ്റുള്ളവരെയും ആ സഹായിക്കുവാൻ, അല്ല കർത്താവിന് വായ്പ കൊടുക്കുവാൻ തക്കവണ്ണം ഈ ചെറിയ ഒരുവന് അത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ എത്ര ചെയ്യുന്നു എന്നുള്ള, മറ്റുള്ളവരുടെ മുമ്പിൽ എന്ത് കാണിക്കുന്നില്ല. ആ വിധവയായ 2 കാശ് കൊടുത്തപ്പോൾ ആ കർത്താവ് ആ വലിപ്പത്തിലല്ല, ആ സമർപ്പണത്തിലാണ് കർത്താവ് പ്രസാദിച്ച് മുഴുവൻ കൊടുത്തു. അവിടെ ഉപജീവനം മുഴുവൻ കർത്താവിന് വേണ്ടി കൊടുത്തപ്പോൾ കർത്താവ് അവരുടെ സമർപ്പണത്തെ നോക്കി. അതുപോലെ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, എന്ത് ആത്മാർത്ഥതയോടെ, എന്ത് സമർപ്പണത്തോടെ ചെയ്യുന്നു എന്നുള്ള കർത്താവ് നമ്മളെക്കുറിച്ച് ഓർക്കുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പണത്തിൻ്റെ പെരുപ്പത്തെക്കുറിച്ചോ മറ്റുള്ളവരെ കാണുക ചെയ്യുന്നതിനെ കുറിച്ചൊന്നുമല്ല, ഹൃദയത്തെ കാണുന്ന ദൈവത്തിൻ്റെ മുമ്പിലാണ് ഇരിക്കുന്നുള്ള ബോധ്യത്തോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോഴും കർത്താവിന് മുമ്പിൽ ഇരിക്കുമ്പോഴൊക്കെ ചെയ്യേണ്ടത്. അതുകൊണ്ട് കർത്താവ് എങ്ങനെ കാണുന്നു, കർത്താവ് നമ്മളെ ഏത് ഹൃദയത്തെ കാണുന്നത്, നമ്മളെ ഏത് ചിന്തയോടെ കൊടുക്കുന്നു എന്നുള്ളതൊക്കെ കർത്താവ് നമ്മളെക്കുറിച്ച് വ്യക്തമായി അറിയുന്നു എന്നുള്ള ബോധ്യത്തോടെ വേണം കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ കർത്താവിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നു, മറ്റുള്ളവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഇടയാക്കണം. അതുപോലെ തന്നെ യഹോവയോട് രസിക്കുക, പ്രത്യാശിക്കുക, യേശുവിന് വേണ്ടി യാത്ര. എന്താണ് നമ്മുടെ യാത്ര സ്ഥിരമാക്കുന്ന ആ യഹോവയോട് ചേർന്ന ഒരു അനുഭവം, യഹോവയെ രസിച്ചു കൊള്ളുക. കർത്താവ് രസിക്കുമ്പോൾ നമ്മുടെ ആഗ്രഹം ക്രിസ്തുവിനോട് ചേരുവാൻ വേണ്ടിയാണ്. അത് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹങ്ങൾ നമുക്ക് തരും. അപ്പോൾ വേറൊരു ആഗ്രഹവും കർത്താവിന് രസിക്കുന്നവരെ സംബന്ധിച്ചോളം വേറൊരു ആഗ്രഹങ്ങൾ, മറ്റൊരു ആഗ്രഹങ്ങൾ കർത്താവിനോട് ചേരും. മറ്റൊരു ആവശ്യങ്ങളുണ്ട്, കർത്താവിൻ്റെ ഹിതമെങ്കിൽ നമുക്ക് തരാതിരിക്കുകയോ ചെയ്യും. പക്ഷെങ്കിൽ നമ്മുടെ ആഗ്രഹം, നമ്മുടെ രസിക്കുക, കർത്താവിനോട് ആഗ്രഹം എന്ന് പറയുന്നത് കർത്താവിനെ കാണുക എന്നുള്ളത് തന്നെയാണ്. അതുപോലെ തന്നെ 7-ാമത്തെ വാക്യത്തിൽ, നീ ഉണ്ടായിരുന്നു അവനായി പ്രത്യാശ, ഒറ്റ പ്രത്യാശയുള്ളൂ, ക്രിസ്തുവിനെ കാണുക. നമ്മുടെ പ്രത്യാശ ഒന്നേ ഉള്ളൂ. മറ്റുള്ള ആവശ്യങ്ങളൊക്കെയും നമുക്കൊരു ഭാരമുണ്ട്, എന്ത് കർത്താവ് തരുമോ, ഒന്നും ഭാരപ്പെടേണ്ട, കർത്താവ് നമുക്ക് തരും. നമ്മൾ വൃദ്ധനായാലും നമ്മളെ കൈവിടാത്തൊരു കർത്താവുണ്ട്. അത് നമ്മൾ ഉറപ്പാണെങ്കിൽ നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് തരും. പക്ഷേ നമ്മുടെ ആക്കിയിരിക്കുന്ന ആ ലളിതമായ ചെറിയ ഒരു സാഹചര്യത്തിലാണെങ്കിലും അവിടെ വിശ്വസ്തയോടുകൂടെ കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കുക. കാരണം കർത്താവിനെ നമ്മുടെ യാത്ര ഇതൊന്ന് അവസാനിപ്പിച്ച് കർത്താവിനെ കാണുന്നതായിരിക്കും നമ്മുടെ ആഗ്രഹം മുഴുവൻ. അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ആ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരുന്ന കർത്താവിൻ്റെ കർത്താവിനോട് ചേർക്കുന്ന ഒരു സുദിനം നമുക്കുണ്ട്. അതിനായി നമുക്ക് നോക്കി പറയാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ സാധിച്ച് കടന്നു പ്രാർത്ഥിക്കുക. കഴിഞ്ഞ ആഴ്ച സൂസിയാൻറ്റിക്ക് വേണ്ടി നമ്മളെല്ലാവരും പ്രാർത്ഥിച്ചു. ഹാർട്ടിന് ബുദ്ധിമുട്ടുണ്ടെന്നുള്ള രീതിയിലായിരുന്നു നമ്മൾ കേട്ടത്. 4 മെഡിക്കൽ ചെക്കപ്പ് കഴിഞ്ഞപ്പോൾ ഹാർട്ടിന് കുറേ പ്രശ്നങ്ങളില്ല, പ്രഷറിൻ്റെ പ്രശ്നമായിരുന്നു. അതിന് 2 ഗുളികകളൊക്കെ അഡീഷണൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് വരാനിരുന്നതാണ്. സൂസിയാൻറ്റിയുടെ അപ്പൻ്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. കോട്ടയത്ത് 4 മണിക്ക് സൂസിയാൻറ്റിയുടെ വീട്ടിൽ പ്രയറുണ്ട്. ഇത് സംബന്ധിച്ചിട്ട് വരണമെന്ന് ആഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കർത്താവ് കൊടുത്ത അനുഗ്രഹത്തിനായി, സൗഖ്യത്തിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, സ്തോത്രം ചെയ്യാൻ. മറ്റുള്ള എല്ലാ വിഷയങ്ങളും ഓർത്ത് പ്രാർത്ഥിക്കാം. യേശുവിൻ മൂലമൻ യാതന നൽകുമേൻ, യേശുവിൻ മൂലമൻ യാതന നൽകുമേൻ, ആശയിൽ ചിടുന്നേ
ഹല്ലേലൂയ. സ്തോത്രം 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 നാഥാ, സ്തുതിക്കുന്നു. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അവയിലാ സ്നേഹിക്കുന്ന അടിയങ്ങളെ സ്വർഗ്ഗസ്ഥ പിതാവേ, വിശുദ്ധ ദിവസത്തിന്റെ സന്ധ്യായ സമയത്ത് കർത്താവേ, പല ഭവനങ്ങളിലായിരുന്ന അടിയങ്ങൾക്ക് കർത്താവേ, വ്യാജത്തിൽ കീഴിലായിരിക്കാൻ തക്കോണം, അവിടുത്തെ പാതപീഠത്തിലായിരിക്കാൻ തക്കോണം അടിയങ്ങൾ തുറന്ന കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. വ്യാജവും പരിസരേശുവിന്റെ രക്തത്താൽ മുദ്രയിട്ട് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഒരു ദുഷ്ടനടുക്കാതെ ശത്രുവടാതെ ആ രക്തക്കോട്ടയ്ക്കുള്ളിൽ അവിടുന്ന് കാത്തു മറച്ചു കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നാഥാ. ഇന്നത്തെ പൽക്കാലം കർത്താവേ, നിങ്ങളെ വരാമാവുന്ന ആപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും ദുഃഖത്തിൽ നിന്നൊക്കെ വിപിടിച്ച് ആ പാതപീഠത്തിൽ കൂട്ടി വരുത്തിയ കൃപകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. പാടുവാനും പ്രാർത്ഥിക്കാനും തിരുവചനം ധ്യാനിക്കാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന വലിയ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. 2 3 പേർ യേശുവിന്റെ നാമത്തിൽ എവിടെ കൂടിയാലും മധ്യത്തിൽ കടന്നു വന്ന് അനുഗ്രഹിക്കാവുന്ന വാക്കുന്ന കർത്താവ് ഇന്ന് അടിയങ്ങളുടെ മധ്യത്തിലും കടന്നു വന്നിരിക്കാൻ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ഒരു പ്രാവശ്യം കൂടി യേശുവിനെ ഒന്ന് മുഖം അന്വേഷിപ്പാനും ആ പാതപീഠത്തിൽ നിന്നും അടിയങ്ങളുടെ വചനങ്ങളെയൊക്കെ ഉറപ്പിക്കുവാനും ഒക്കെ അടിയങ്ങൾക്ക് തന്ന വിലയേറെ കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആ പാതപീഠത്തിലിരിക്കുന്ന ഒരു ദിവസം വേറെ 1000 ദിവസത്തേക്കാൾ ഉത്തമമാണല്ലോ നാഥാ. ഇതിനൊന്നും യോഗ്യതയില്ലായിരുന്ന അടിയങ്ങളെ കർത്താവെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് അവിടുത്തെ മക്കളും പ്രിയ മക്കളുമാക്കി തീർത്ത പാതപീഠത്തിൽ പിതാവ് ആകർഷിച്ച പുത്രന്റെ പാതപീഠത്തിൽ അടിയങ്ങളെ കൂട്ടിവരുത്തിയ വലിയ കൃപകൾക്കായി ഇനിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. യഹോവയിൽ തന്നെ രസിച്ചുകൊള്ളു, അവൻ ഹൃദയത്തിലെ ആഗ്രഹങ്ങളെയൊക്കെ നിവർത്തിച്ചു തരുമല്ലോ. ആ യഹോവയിൽ തന്നെ രസിച്ച് ജീവിക്കാൻ തക്കോണം അടിയങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുന്ന് വീണാലും നിലപരിചയാക്കാതെ വണ്ണം അവിടുന്ന് ആ കരങ്ങളിൽ താങ്ങുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ഓരോ ദിനോടിയങ്ങളെ കാത്തു പരിപാലിച്ച് വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവേ. കടന്നു വന്നിരിക്കുന്ന ഓരോ മക്കളെ അപ്പൻ്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, അവരുടെ ആവശ്യഭാരങ്ങളിൽ കൂടിയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദാവേ, ഭാരങ്ങളോടെ പ്രയാസങ്ങളോടോ രോഗത്തോടോ ഒക്കെയും കടന്നു വന്നിരിക്കുന്ന മക്കളെയൊക്കെയും എൻ്റെ അപ്പനെ അവിടുന്ന് ആശ്വസിപ്പിച്ച് പറഞ്ഞയക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവിടുത്തെ കരാടിയങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആ കരങ്ങളിലേക്ക് എല്ലാവരെയും ഏൽപ്പിക്കുന്നു കർത്താവേ. കഴിഞ്ഞ കാലങ്ങളിൽ ഓരോ ദിനോടിയങ്ങളെ നടത്തിയ വിധങ്ങളെ ഓർത്ത് നന്ദിയോടെ സ്തുതിക്കാണ്, സ്തോത്രം ചെയ്യുകയാണ് കർത്താവേ. ദൈവമേ, അടിയങ്ങളുടെ രോഗികളായ മക്കളെയൊക്കെയും കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് കർത്താവേ, സുസിയാൻറ്റിക്കായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. കൊടുത്ത വിടുതലിനായി സൗഖ്യത്തിനായി സ്തോത്രം കർത്താവേ. കുഴപ്പമൊന്നുമില്ല എന്ന് കേൾപ്പാൻ തപ്പാണ് എൻ്റെ മകളെ അവിടുന്ന് സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ആരോഗ്യത്തോടെ ബലത്തോടെ എൻ്റെ മകളെ അവിടുന്ന് വഴി നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. കടന്നു വരാൻ ആഗ്രഹിക്കുന്നുവെങ്കിലും അവിടുന്ന് കൂട്ടി വരുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിങ്ങളുടെ മറ്റു രോഗികൾ ആരെയും ഭാരത്തോടെ പ്രയാസത്തോടെ ഇരിക്കുന്നെങ്കിൽ അവർക്കൊക്കെയും കർത്താവ് അവിടുന്ന് ആശ്വാസം വിടുതല് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. മലമുകളിലെ അമ്മച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. എൻ്റെ മകൾ കർത്താവേ, വാർദ്ധക്യ സഹജമായ ക്ഷീണത്താലായിരിക്കുന്നല്ലോ കർത്താവിൻ്റെ കരൻ്റെ മകളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായ സൗഖ്യത്തോടെ വിടുതലോടെ ആരോഗ്യത്തോടെ ആയിരിക്കാൻ എൻ്റെ മകളെ സഹായിച്ച കൃപകൾക്കായി സ്തോത്രം കർത്താവേ. ആ ഭവനത്തെ എൻ്റെ മകളെ എൻ്റെ പാതപീഠത്തിൽ അടിയൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്നും പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളുടെ വിവാഹപ്രായമായ കുഞ്ഞുങ്ങളെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വിവാഹത്തിനായി ആഗ്രഹിക്കുന്ന മക്കൾക്ക് കർത്താവ് തക്ക ഗുണങ്ങളെ അവിടുന്ന് ഒരുക്കി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനുവിനായി നിങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവിടുന്ന് കരുതണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ലല്ലോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന എൻ്റെ കർത്താവ് അവർക്ക് വേണ്ടി അവിടുന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കൊഞ്ചാനെയായെയും കുഞ്ഞുങ്ങളെയും വിചാരങ്ങളെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇത്രത്തോളം നിന്റെ മക്കളെ അവിടുന്ന് കാത്തു പരിപാലിച്ചു വഴി നടത്തുന്ന വലിയ കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അവിടുത്തെ ബലമുള്ള കാര്യങ്ങളുടെ കീഴിൽ അവിടുന്ന് നിന്റെ മക്കളെ അവിടുന്ന് ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. വചനവുമായി എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ക്രൂശിന്റെ മറവിൽ മറച്ചു നിർത്തി അടിയങ്ങൾക്ക് വേണ്ടുന്ന വചനങ്ങൾ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചനത്തിലെ സത്യത്തെ കൂടുതലായി നിന്റെ മകനിൽ കൂടി കഴിപ്പാൻ അടിയങ്ങളെ ഓരോരുത്തരെയും ഓരോ ദിവസവും അവിടുന്ന് ഒരുക്കുന്ന കൃപകൾക്കായി സ്തോത്രം കർത്താവെ. അതൊക്കെ അടിയങ്ങളുടെ ഹൃദയത്തിന്റെ മാംസഫലെ പരിശുദ്ധാത്മാവിനാൽ അവിടുന്ന് എഴുതി തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദുഷ്ടകൃതി കളയാതെ വണ്ണം കർത്താവെ അടിയങ്ങളിൽ അത് 30 60 100 കരാടിങ്ങളിൽ പുറപ്പെടുവിക്കുമാറാകണമേ എന്ന്
പ്രാർത്ഥിക്കുന്നു. കേൾക്കുന്ന വചനങ്ങൾ അടിയങ്ങൾക്ക് ഓരോരുത്തർക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങൾ യേശുവിന്റെ വിശ്വാസമായി പരിണമിച്ച് കർത്താവേ, അടിയങ്ങൾക്ക് ഓരോരുത്തർക്കും ഉപകാരമായി തീരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കടന്നു വരാൻ സാധിക്കാൻ മക്കളെയൊക്കെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവേ, അവരൊക്കെ ആയിരിക്കുന്നിടത്ത് കർത്താവിന്റെ കരം അവരോട് കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഓൺലൈൻ വഴിയായി പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന മക്കളെയും കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവെ, അവരെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ശ്വാസാനുഗ്രഹവും കൊടുത്ത് അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അടിയന്റെ കുറവുകളോ ബലഹീനതകളോ നാഥ ഇന്നത്തെ അനുഗ്രഹത്തിന് തടസ്സമാകരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യോടെ അവസാനം അവിടുത്തെ കൃപ അടിയങ്ങളുടെ മേൽ വ്യാപരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അടിയങ്ങളോട് കൂടെ ഇരിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആത്മാവിൽ ആരാധിക്കാനുള്ള കൃപ അടിയങ്ങൾക്ക് തരുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ കൃപകളാലും അനുഗ്രഹങ്ങളാലും അടിയങ്ങളെ നിറച്ച് പറഞ്ഞയക്കുമാറാകണമെന്ന് അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നാലും മനുഷ്യന്റെ ഭാഗപ്പെടുത്തി സമർപ്പിക്കുന്നു. കൃപയോട് ഉത്തരമെഴുതണമേ സ്വർഗ്ഗപിതാവേ. ആമേൻ. കർത്താവിന്റെ പ്രാർത്ഥനയായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി കർത്താവിന്റെ സന്നിധിയിലായിരിക്കാം. ദൈവം അനുവദിച്ച കൃപകൾക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാൻ. പ്രഭാതം മുതൽ ഈ നിമിഷം വരെ നമ്മളെ കർത്താവിൻ്റെ കരങ്ങളിൽ താങ്ങിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. പിതാവാൻ ദൈവം ആകർഷിച്ച് അവിടുത്തെ പുത്രൻ്റെ സന്നിധിയിൽ കൂട്ടിവരുത്തിയതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് തന്ന സങ്കീർത്തനത്തിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ കർത്താവിൽ തന്നെ രസിക്കുവാൻ, ആ കർത്താവിൻ്റെ വഴി അറിഞ്ഞ് അതിലൂടെ നടക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവി ഞങ്ങൾക്ക് അവിടുത്തെ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കാം. ആ പരിശുദ്ധാത്മാവിനെ അധികമായി ഞങ്ങളിലേക്ക് അയക്കണമെന്ന് പിതാവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. കർത്താവ് യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി പിതാവാൻ ദൈവത്തോട് അപേക്ഷിക്കുമാറാകണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പുതിയ മാസത്തിൻ്റെ ആദ്യ ഞായറാഴ്ച തന്നെ നമുക്ക് ഒരുമിച്ച് കൂടുവാൻ ദൈവം ഒരു സാവകാശം കൂടി തന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യണം. കണ്ണിനെ കണ്ണീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചതിന് ആ നല്ല കർത്താവ് നിങ്ങളുടെ പാപങ്ങൾ കടിച്ചൂപ്പായിരുന്നാലും ഹിമം പോലെ ആക്കിത്തരാം, രക്താംബരം പോലെ ചുമന്നിരുന്നാലും പഞ്ഞി പോലെ ആക്കിത്തീർക്കാം. ദൈവത്തിൻ്റെ വാക്കുകളാണ്. തൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കും. ആ തിരക്തത്തെ നമുക്ക് ആശ്രയിക്കാം. ആ തിരക്തത്തെ നമുക്ക് ശരണം പ്രാപിക്കാം. മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, മരുഭൂവിൽ വാടിത്തളർന്നിടുമ്പോൾ, ചേതനയറ്റു പതിച്ചിടുമ്പോൾ, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം, പുതുജീവൻ നൽകി പുതുശക്തിയേകി ആകാശമധ്യേ ഉയർത്തും സ്നേഹം. ദൈവത്തിൻ സ്നേഹം ഹായത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയെത്തും സ്നേഹകരം. ജീവിതക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയെത്തും സ്നേഹകരം. ജീവിതഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ, ജീവിതഭാരങ്ങൾ ഏറിടുമ്പോൾ, രോഗത്താൽ പാരം തളർന്നിടുമ്പോൾ,
ഭയം വേണ്ട, ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നു രക്ഷ ദൈവസ്നേഹം. ഭയം വേണ്ട, ഞാൻ നിന്നോടു കൂടെ ഉണ്ടെന്നു രക്ഷ ദൈവസ്നേഹം. ദൈവത്തിൻ സ്നേഹം ഹായത്ര ശ്രേഷ്ഠം, ആയതിനാഴം ആർക്കു വർണ്ണിക്കാം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയെത്തും സ്നേഹകാരം. ജീവിത ക്ലേശ ഭാരങ്ങൾ മധ്യേ നിൻചാരയെത്തും സ്നേഹകാരം. ഹല്ലേലൂയ. ഈ സ്നേഹകരം നമ്മെ തേടി വന്നത്, നമ്മൾ അവനെ തിരഞ്ഞെടുത്തു എന്നല്ല, അവൻ നമ്മെ തിരഞ്ഞെടുത്തു. ഫലം കായ്പാൻ തക്കോണം കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തതിനായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ നല്ല ദൈവത്തെ അറിയുവാൻ തന്ന ഭാഗ്യപദവിക്കായി നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവെ, ഞങ്ങളെ അങ്ങ് സ്നേഹിക്കുന്നു എന്ന് പറയാൻ തക്കോണം പരിശുദ്ധാത്മാവിനെ അധികമായി ആ കർത്താവിൽ ഞങ്ങൾക്ക് രസിപ്പാൻ തക്കോണം, ആ കർത്താവിൽ സന്തോഷിപ്പാൻ തക്കോണം പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. അവിടുത്തെ കൃപ ഞങ്ങൾക്ക് ആവശ്യമാകും. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാവർക്കും എഴുന്നേക്കാം. പാഠപുസ്തകത്തിലെ 41-ാമത്തെ പാട്ട്. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ശോണിതലത്തിൽ ജീവിക്കുന്ന നാളല്ല, ഘോഷിച്ചിടും പൊന്നുനാഥൻ. ഈ പൊന്നുനാഥനെ ഘോഷിപ്പാൻ തക്കണം കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. ഈ ോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. ഈ ോടികാലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം ഘോഷിച്ചിടും പൊന്നുനാഥനെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. തന്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, സ്നേഹമാശ്ചര്യമേ. എല്ലംഘനങ്ങളും എല്ലാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. എല്ലംഘനങ്ങളും എല്ലാകൃത്യങ്ങളുമെല്ലാം അകറ്റിയ തന്റെ സ്നേഹത്താൽ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ആയത്ര നല്ലവൻ, ഇന്നും എന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിൽ എനിക്കു സഹായകൻ
തീരുമാവൻ തന്നെ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവേ ഇന്നും എന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവേ ഇന്നും എന്നും കൂടെയുള്ളവൻ സിയോനിൽ കാണിടുവാനായി തന്റെ ശ്രേഷ്ഠോപദേശം തന്നു സിയോനിൽ കാണിടുവാനായി തന്റെ ശ്രേഷ്ഠോപദേശം തന്നു ജീവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ ജീവൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം കൊള്ളുന്നേ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവേ ഇന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും കൂടെയുള്ളവൻ തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധ ഞാനും പ്രാപിക്കാം തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധ ഞാനും പ്രാപിക്കാം ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടും യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ നിന്നും എന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ യേശു മാറാത്തവൻ എത്ര നല്ലവൻ ഇന്നും എന്നും കൂടെയുള്ളവൻ ഹല്ലേലൂയ 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 ആത്മാവിനത്തെ കർത്താവിന് കർമ്മ സ്തോത്രം ചെയ്യാം ഹല്ലേലൂയ 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 സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം ഹല്ലേലൂയ സന്ധ്യാസമയം കർത്താവേ അങ്ങയുടെ പാദപീഠത്തിൽ നിൽപ്പസമം ഞങ്ങൾ ആയിരിക്കാൻ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ ഹല്ലേലൂയ സ്തോത്രം സ്തോത്രം എന്ന് കാലമൊക്കെയും ഞങ്ങളെ കൺമണി പോലെ കാത്തു പരിപാലിച്ചവൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നൊക്കെയും ഞങ്ങളെ വിടുവിച്ച ഞങ്ങളുടെ യേശു കർത്താവിനെ ഞങ്ങൾ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന കർത്താവെ ഇന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ മക്കളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ പലവിധ ഭാരങ്ങളാലും പ്രയാസങ്ങളാലും രോഗങ്ങളാലും ഒക്കെയും കടന്നു വന്നിരിക്കുന്ന ഈ മക്കളെ കർത്താവെ അവിടുന്ന് കാണുന്നുവല്ലോ കർത്താവെ അവരുടെ ആവശ്യങ്ങൾ അറിയുന്നുവല്ലോ കർത്താവെ ഒന്നും അങ്ങേക്ക് മറിഞ്ഞിരിപ്പില്ല കർത്താവെ എല്ലാം നഗ്നവും മലർന്നവുമായിട്ട് കിടക്കുന്നുവല്ലോ കർത്താവെ ദൈവവചനം ഇരുവായി തലയുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും സന്ധിമച്ചകളെയും പ്രാണങ്ങളെയും വേർപിടിക്കും വരെ
തുളച്ചു കയറുന്നതുമാകുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം. ആ വചനത്താൽ ഇന്ന് ഞങ്ങളെ നിറയ്ക്കണമേ കർത്താവെ, ആത്മാവിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം സ്തോത്രം കർത്താവെ. ഹല്ലേലൂയ. ഞങ്ങളിൽ നിന്ന് കർത്താവെ ആത്മാവിനെ അധികമായി പകർന്ന് ഞങ്ങൾ പരിശുദ്ധാത്മ നിറവിൽ കർത്താവെ അങ്ങയുടെ സന്നിധിയിൽ ആത്മനിറവിൽ നിറഞ്ഞ എരിവോടും കർത്താവെ ആത്മാവിൻ്റെ നിറവോടും കൂടെ പ്രാർത്ഥിപ്പാൻ കർത്താവെ ഈ വചനം കേൾക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കർത്താവെ സ്തോത്രം. നിന്റെ മകൻ വചനത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ കർത്താവെ ആ വചനത്തിൻ്റെ വാതിൽ തുറക്കേണ്ടതിനും പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ശക്തിയോടും പരിശുദ്ധാത്മശക്തിയോടും ആത്മാവിലും നിറവിലും കർത്താവെ വചനം പ്രസംഗിക്കുവാൻ ദയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സ്തോത്രം കർത്താവ്. യേശുവിൻ്റെ ആത്മാവില്ലാത്തവൻ യേശുവിനുള്ളവനല്ല കർത്താവെ. ഞങ്ങൾ ഇന്ന് കർത്താവിൻ്റെ ആ വചനം കേൾക്കുവാൻ കടന്നു വന്നിരിക്കുന്ന കർത്താവെ ഇരിക്കുന്ന എല്ലാ മക്കളെയും തൃക്കരങ്ങളിൽ പരമേൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. മാനവും മഹത്വവും യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ. 176 മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനെ സുസാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനെ സുസാക്ഷികളായി. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം കർത്തനെ സുമഹത്വത്തിനായി. ഒത്തുചേർന്നിടാം ഒത്തുപാടിടാം കർത്തനെ സുമഹത്വത്തിനായി. മനസ്സൊരുക്കുക നാം ഒരു പുതുക്കത്തിനായി കർത്തനെ സുസാക്ഷികളായി. മനസ്സൊരുക്കുക നാം ഒരു കർത്തനെ സുസാക്ഷികളായി. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടെ കൊയ്തെടുക്കും. കണ്ണുനീരിൽ നാം ഒരുമിച്ചു വിതച്ചിടുകിൽ ആർപ്പോടെ കൊയ്തെടുക്കും. ആത്മശക്തിയിൽ അടരാടുമ്പോൾ അവനായി നാം ജയമെടുക്കും. ആത്മശക്തിയിൽ